നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മുറിയുടെ വാതിലും ജനലും ഒക്കെ തുറന്നിട്ട കള്ളപ്പൂച്ച കയറും. ഈ വീട്ടിൽ ഒറ്റ കള്ളപ്പൂച്ചയുള്ളൂ, അത് ഇതിനകത്തുണ്ടല്ലോ. ഇപ്പൊ വരുമായിരിക്കും. എന്റെ കാർത്തിയെ എനിക്ക് കൈ പിടിച്ച് മുറിയിലേക്ക് സ്വീകരിക്കണം. വാ കാർത്തിയേട്ടാ, തട്ടി വീഴല്ലേ എന്റെ കാർത്തിയേട്ടൻ. ഇതെന്താ സാറ്റ് കളിയോ? സാറ്റ് കളിയും ക്രിക്കറ്റ് കളിയും ഒന്നും അല്ല, ഇതാണ് അന്തലോകം. ഒരലവലാതിയും കാണണ്ടല്ലോ. വാ. നീ ഞങ്ങളുടെ ബെഡ്റൂമിൽ കിടക്കാൻ പോവാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ മുത്തശ്ശിയെ വിളിക്കും. ഏയ്, ഞാൻ ഇവിടെ കിടക്കുന്നൊന്നുമില്ല. ഞാൻ എന്റെ കാർത്തേട്ടനെ ഇവിടെ കിടത്താൻ വേണ്ടി വന്നതാ. അത് കഴിഞ്ഞ് ഞാൻ എന്റെ പാട്ടിനങ്ങ് പോവും. വാ, കിടന്നു കാർത്തേട്ടാ. ഇവിടെ കാല് പൊക്കി വെച്ചോ. താങ്ക് യു മീനാക്ഷി. ശരി മീനാക്ഷി, പതിവുള്ളൊക്കെ തരണേ. തരുമല്ലോ. ഐ ലവ് യു ഡാ. നാണോ മോനും കെട്ടവര്. ഇനി എന്റെ കുട്ടിമാള് പോയി സുഖമായിട്ട് ഉറങ്ങിക്കോ. എന്റെ കുട്ടനും ഉറങ്ങിക്കോടാ. കുട്ടിമാളും ഒന്ന് ഇറങ്ങിക്കേ, എനിക്കൊന്ന് ഉറങ്ങണം. ഗുഡ് നൈറ്റ് കാർത്തിയേട്ടാ. ഗുഡ് നൈറ്റ് മീനാക്ഷി. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. മീനാക്ഷി, എന്താ കാർത്തിയേട്ടാ? ഈ മുറിയിലെ എല്ലാ ജനാലകളും പിന്നെ മുൻവാതിലും തുറന്നിട്ടേക്ക്. അതെന്തിനാ? കാറ്റ് കിട്ടാനാ. അതിനിവിടെ ഫാൻ ഇല്ലേ, AC ഇല്ലേ? അതൊന്നും പോരാ, എനിക്ക് ഫ്രഷ് എയർ കിട്ടണം. മുറിയുടെ വാതിലും ജനലും ഒക്കെ തുറന്നിട്ട കള്ളപ്പൂച്ച കയറും. ഈ വീട്ടിൽ ഒറ്റ കള്ളപ്പൂച്ചയുള്ളൂ, അത് ഇതിനകത്തുണ്ടല്ലോ. മീനാക്ഷി, പറഞ്ഞോ കാർത്തേട്ടാ. അതെ, മീനാക്ഷി ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേ എല്ലാ ലൈറ്റുകളും ഓൺ ആക്കിയിട്ടേ പോവൂ. ശരി കാർത്തേട്ടാ. എനിക്ക് വെളിച്ചം കണ്ട ഉറക്കം വരൂല. അയ്യോ, എനിക്ക് വെളിച്ചം കണ്ടാലേ ഉറക്കം വരൂ.
എനിക്ക് ചെമ്പകമടം ടെക്സ്റ്റൈൽസുകളുടെ MD എന്ന കിരീടമൊന്നും വേണ്ട. അമ്മ ഒരു ജോലി എന്നെ ഏൽപ്പിച്ചു. അത് ഭംഗിയായിട്ട് എനിക്ക് ചെയ്യണം. അത്രയുള്ള എനിക്ക് ആഗ്രഹം. കിരീടമൊന്നും ഇല്ലെങ്കിലും ജേട്ടൻ MD തന്നെയാ. ഞാൻ ചോദിച്ചത് അതുകൊണ്ടൊന്നുമല്ല, ജോലി ഇൻട്രസ്റ്റിംഗ് ആണോന്ന് അറിയാൻ വേണ്ടി മാത്ര. ജോലി ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ദിവസവും വൈകുന്നേരം വീട്ടിലേക്ക് വരാന്ന് വെച്ചാൽ അത് നടക്കില്ല. ദിവസവും വൈകുന്നേരം വീട്ടിലേക്ക് വരണമെന്ന് എന്താ നിർബന്ധം? ഒരു പരിധി വരെ ദേവി പറയുന്നത് ശരിയാ. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം വീട്ടിൽ വന്നാൽ അതിലൊരു മതിപ്പുണ്ട്. എല്ലാവർക്കും എന്ത് സ്നേഹമായിരിക്കും. അയ്യോ, സംസാരിച്ചിരുന്ന ആ കാര്യം മറന്നുപോയി. ദേവിക്ക് മരുന്ന് തരേണ്ട സമയം കഴിഞ്ഞില്ലേ? അയ്യോ എന്റെ പൊന്നു ചേട്ടാ, എനിക്ക് മരുന്ന് തരല്ലേ. ഇതെന്താ ദേവി കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ വാശി പിടിക്കുന്നേ? മരുന്ന് കഴിക്കണം. മരുന്ന് കഴിക്കാതെ അസുഖമൊന്നും മാറില്ല. എനിക്ക് ഒരു അസുഖവും ഇല്ല. അസുഖം ഇല്ലാത്ത എനിക്ക് എന്തിനാ മരുന്ന് തരുന്നത്? എല്ലാവർക്കും എന്നെ ഒരു രോഗിയായി കാണാനുള്ള തിടുക്കം കാണുമ്പോ എനിക്ക് എന്നെ സങ്കടം വരിക. സത്യം പറഞ്ഞ എനിക്ക് ആ ഗുളിക കഴിക്കുമ്പോഴാ അസുഖം കൂടുന്നെ. അല്ലാത്തപ്പോ എനിക്ക് ഒരു അസുഖവും ഇല്ല. പാവം എന്റെ ദേവിയെ ഞാൻ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുന്നത്? ഇങ്ങനൊരു രോഗമാണ് അവൾക്കുള്ളതെന്ന് ഞാൻ എങ്ങനെ പറയും? ജേട്ടൻ എന്താ മിണ്ടാതിരുന്ന് ആലോചിക്കുന്ന? ദേവി ഈ ഗുളിക കഴിച്ചേ പറ്റൂ. എന്തെങ്കിലും അസുഖമില്ലാതെ ഡോക്ടർ മരുന്ന് തരില്ലല്ലോ. അമ്മ ഇത് പല പ്രാവശ്യമായി പറയുന്നു, ഈ മരുന്ന് കഴിക്കുമ്പോഴാ അസുഖമെന്ന്. അതിലെന്തോ കാര്യം ഉണ്ടായിരിക്കണം. ഞാൻ ആ ഫുഡ് പോയ്സൺ വന്ന് കിടപ്പിലായിട്ട് ഒരാഴ്ചയാവുന്നു. എല്ലാവരും എന്നെ രോഗിയായി ശുശ്രൂഷിക്കുന്നല്ലാതെ എന്റെ രോഗം മാറിക്കാണാൻ ഒരാഗ്രഹവും ഇല്ലേ? എന്താ ഇങ്ങനെ? എന്താ ഇവിടെ? എന്താ പ്രശ്നം? ദേവി മരുന്ന് കഴിക്കുന്നില്ല മോളെ. മരുന്ന് കൊടുക്കാൻ നോക്കുമ്പോ ഓരോ ന്യായവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.